അപ്പൊ ഈ ബ്ലം ഇപ്പൊ കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും ഇവര് കൊടുക്കാൻ ചാൻസ്? എന്താ ക്രൈറ്റീരിയ വെക്കാണ്? ഇപ്പൊ ബ്ലമ്മിനാണെങ്കിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പോയിന്റ് ഫാം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും 5 ലക്ഷം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും പട്ടിപ്പണിയെടുത്ത് കളിച്ച് കുറെ ഉണ്ടാക്കിന്. അപ്പൊ ഈ പോയിന്റ് ഫാം ചെയ്യുന്ന പറയുമ്പോ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? അതെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പോയിന്റ് ഫാം ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇതെടുക്കാം, ഒരു ഇതുവരെ ഇറങ്ങിയ ഹിസ്റ്ററി എടുക്കാം. അപ്പൊ നമ്മുടെ നോട്ട് കോയിൻ ഇറങ്ങി. നോട്ട് കോയിൻ ബേസിക്കലി പോയിന്റ് അടിസ്ഥാനത്തിൽ തന്നെ കൊടുത്തത്. പക്ഷെ അപ്പൊ എന്താ യൂസേഴ്സ് ഇല്ല. ഇനീഷ്യൽ പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന് യൂസേഴ്സ് ഇല്ല, കുറവാണ്. അപ്പൊ അവരൊരു ഏകദേശം ഒരാൾക്ക് $100 എന്നുള്ള കണക്ക് തന്നെ എല്ലാവർക്കും എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇനീഷ്യലി വന്നവർക്കൊക്കെ നല്ല രീതി കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിനെ വെട്ടിക്കാനായിട്ട് നമ്മുടെ ഡോഗ്സ് വന്നു. ഡോഗ്സിനകത്ത് ക്ലിക്കർ പോലും ഇല്ല, ഒരു രീതിയിലും പോയിന്റ് ഉണ്ടാക്കില്ല. അവരെന്താ അതും കൂടെ ഈ അതൊരു ഏജ് വെച്ചിട്ട് മാത്രം വെച്ചിട്ട് വേറെ ഗെയിം പ്ലേ ഒന്നും ഇല്ല, ഒരു രീതിയിൽ അങ്ങനെയൊന്നും വന്നില്ല. ഡോഗ്സും കൂടെ വന്നപ്പോ പിന്നെ ആൾക്കാര് ഇങ്ങോട്ട് മറ്റേ തേനീച്ച തേനുമ്പോ വരുന്ന പോലെ ഫുള്ള് എയർ ഡ്രോപ്പിലേക്ക് കൊണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മറ്റേ കാറ്റിസിനൊക്കെ വന്നു. കാറ്റിസിനാണെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് ഓർമ്മയില്ല, മറ്റേ പൂച്ചനെ കൂട്ടിച്ചേർക്കുക. അത് തന്നെ, മറ്റേ എന്റെ ലെവൽ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്താണല്ലോ ആൾക്കാർ കുറെ ലെവൽ എത്തിച്ചു. പക്ഷെ അതിനൊന്നും ഒരു വലിയ അർത്ഥം കൊടുത്തില്ല. മെയിനായിട്ട് അവര് ഫോക്കസ് ചെയ്യുമ്പം അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്തവര് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഇത് കൊടുത്തത്. പിന്നെ ഇപ്പൊ പറയേണ്ട പ്രോജക്ട് ഏതാണ്? അതിന് പുറകെ ഹാംസ്റ്റർ വന്നു. ഹാംസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ, റഫറൻസിന് കൊടുത്ത ഹാംസ്റ്റർ അല്ല, അത്